കൊടും ചൂടിൽ കേരളം വലയുകയാണ്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ചൂട് കൂടുമെന്നാണ് അറിയുന്നത്. 12 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. പാലക്കാട് ജില്ലയിൽ ഇന്നും നാളെയും താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. 40 അല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട, 40 ഇത്തിരി കടുപ്പം പിടിച്ച ചൂട് തന്നെയാണ്. കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. അത് മിക്കവാറും കൂടുതലും അങ്ങ് പുനലൂരിലാണ്. അവിടെ ഏറ്റവും നല്ല താപനിലയാണ് എപ്പോഴും രേഖപ്പെടുത്തുക. കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ് ഈ കാലാവസ്ഥ മുന്നറിയിപ്പിനെ കുറിച്ച് നമ്മോട് പറയാൻ ചേരും. അതുപോലെ പാലക്കാട് നിന്ന് ഷാരിഖ് നവാസും ചൂടിൻ്റെ 40 ഡിഗ്രി വരെ പോകുന്ന പാലക്കാട്ടെ ചൂടിൻ്റെ കാര്യം പറയാൻ നമുക്ക് ഒപ്പം ചേരുന്നുണ്ട്. പുല്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രി കൂടി ചേരും. ആദ്യം പാലക്കാട്ടേക്ക് ഷാരിഖ് നവാസ്. 40 ഡിഗ്രി ചൂട്, കൺഗ്രാജുലേഷൻസ്. എന്നാ ചൂടായിരിക്കും? ഗുഡ് മോർണിംഗ്, പറയൂ. ഒരു രക്ഷയുമില്ലാത്ത ചൂടാണ് പാലക്കാട് അനുഭവപ്പെടുന്നത്. കാരണം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഇന്ന് 40 ഡിഗ്രി ഉണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ 39.4 ഡിഗ്രി രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസവും അതുപോലെ തന്നെയായിരുന്നു. വെള്ളിയാഴ്ച ആണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും റെക്കോർഡ് ചൂട് രേഖപ്പെടുത്തിയ ദിവസമായി ഉണ്ടായിരുന്നത്. 40.1 ഡിഗ്രി സെൽഷ്യസ് ചൂട് പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയിരുന്നു. അതായത് നമ്മൾ കുളിച്ചിട്ട് ഇറങ്ങിയാൽ വിയർത്ത് കുളിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. കാരണം വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ കൂടെ ഫാനോ എ സിയോ അത്യാവശ്യമാണ്. കാരണം അതില്ലാതെ ഒരു നിമിഷം പോലും വീട്ടിനകത്ത് പോലും ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നമ്മൾ സോപ്പ് തേച്ച് കുളിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ തന്നെ വീണ്ടും വിയർത്ത് കുളിക്കുന്ന ഒരു അവസ്ഥയാണ്. പാലക്കാട് ജില്ലയിൽ കർശന നിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. അതായത് 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്ന ഒരു തരത്തിലുള്ള പുറം ജോലികൾ ചെയ്യരുതെന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ പാടത്ത് കർഷകർക്കും അതുപോലെ തന്നെ മറ്റ് പുറമേ ജോലി ചെയ്യുന്ന എല്ലാവർക്കും കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് പുറത്ത് ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കാനും ആളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ശീതള പാനീയങ്ങൾ ഒഴിവാക്കണം, മറ്റ് വെള്ളം ധാരാളം കുടിക്കുക, അതുപോലെ തന്നെ കരിക്കിൻ വെള്ളം കുടിക്കുക, മറ്റ് നിർജ്ജലീകരണം ഒഴിവാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോഗ്യ വകുപ്പും നൽകുന്നുണ്ട്. അത്തരത്തിൽ വലിയ ചൂടാണ് പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തുന്നത്. കാരണം ഇപ്പോൾ ഇളം വെയിൽ വരുന്നതേ ഉള്ളൂ. പക്ഷേ ഈ നേരത്ത് നമ്മൾ വയർത്ത് കുളിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇന്നും 40 ഡിഗ്രി ആണെന്ന് അറിയുമ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ഒരു ആശങ്കയും ഭയമൊക്കെ വരുന്നുണ്ട്. കാരണം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ വലിയ രീതിയിൽ എരിച്ചിൽ ഉൾപ്പെടെ നമ്മുടെ ദേഹത്ത് ഉണ്ടാകുന്നുണ്ട്. കാരണം പലർക്കും ഇതിനോടകം തന്നെ സൂര്യതാപം ഏൽക്കുകയോ ഉൾപ്പെടെയുള്ള ഇതുണ്ടായി. അപ്പോൾ നിർജ്ജലീകരണം ഒഴിവാക്കാനുള്ള നടപടികൾ എല്ലാ ജനങ്ങളും, അതായത് പാലക്കാട്ടെ എല്ലാ ആളുകളും സ്വീകരിക്കണമെന്ന് കലക്ടറും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും നിർദ്ദേശം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ വളരെയേറെ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. കാരണം കുട്ടികൾ ധാരാളം വെള്ളം കുടിക്കുക, പുറത്ത് കളിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ നേരത്ത് 11 മണി മുതൽ 3 മണി വരെ പുറത്തേക്ക് ഫുട്ബോളോ ക്രിക്കറ്റോ മറ്റ് കളികളുമായി പുറത്തിറങ്ങരുത് എന്ന് തന്നെയാണ് രക്ഷിതാക്കൾ നിർദ്ദേശം നൽകേണ്ടത്. ആ സമയത്ത് അവരെ വീട്ടിനകത്ത് ഇരുത്തുക എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. കാരണം നേരിട്ട് എന്തായാലും 40 ഡിഗ്രി ചൂട് 11 മണി മുതൽ 3-3:30 മണി വരെ റിപ്പോർട്ടിംഗ് ഇത്തിരി കുറച്ചുള്ളൂ. ഇനി നമുക്ക് പുനലൂരിൽ നിങ്ങൾക്കറിയാം ഈ 37 ഡിഗ്രി 39 ഡിഗ്രിയൊക്കെ സാധാരണ കാഴ്ചയാണ് ഈ സമയത്ത് പുനലൂരിൽ. കൊല്ലം ജില്ലയിലാണ് പുനലൂർ. സൂര്യഗായത്രി കൊല്ലത്ത് നിന്ന് ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി ചേരുകയാണ്. സൂര്യഗായത്രി, ഗുഡ് മോർണിംഗ്. ചൂടടിച്ചു തുടങ്ങിയോ? ഗുഡ് മോർണിംഗ്. കനത്ത ചൂട് തന്നെയാണ്. കേരളം വെന്തുരുകുകയാണ്. കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ചുട്ടുപൊള്ളുകയാണ്. പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിൽ പറഞ്ഞതുപോലെ പുനലൂരിലൊക്കെ തന്നെ 39.9 ഡിഗ്രിയോളം താപനില കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് ഏത് സമയമെന്നില്ല. അതായത് മുൻപൊക്കെ ഉച്ച സമയങ്ങളിലാണ് അതിശക്തമായിട്ടുള്ള ചൂട് രേഖപ്പെടുത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുവോളം അതിശക്തമായിട്ടുള്ള ചൂടുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. കുടയും തൊപ്പിയും ഒക്കെ കരുതിയാണ് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷെ അതൊന്നും തന്നെ ശാശ്വതമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിൽ 11 മണി മുതൽ 4 മണി വരെ പുറത്തേക്ക് ഇറങ്ങരുത്, നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണം എന്നതടക്കമുള്ള നിർദ്ദേശം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ പുറത്തേക്ക് ഈ സമയങ്ങളിൽ ജോലിക്കായിട്ട് ഇറങ്ങുന്നവരുണ്ട്, കച്ചവടം നടത്തുന്നവരുണ്ട്, മറ്റ് വിദ്യാലയങ്ങളിലും ഒക്കെ ആയിട്ട് പോകുന്ന കുട്ടികൾ ഉൾപ്പെടെയുണ്ട്. അതിശക്തമായിട്ടുള്ള ചൂട് തന്നെയാണ് എന്നുള്ളതാണ്
എന്നുള്ളതാണ് അവരൊക്കെ തന്നെ പറയുന്നത്. ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു ചൂടാണ് ഇത്തവണ രേഖപ്പെടുത്തുന്നത്. കൊല്ലത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 37.8 ഡിഗ്രിയോളം താപനില രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത് 39ലേക്ക് കടക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള സാഹചര്യം ഒഴിവാക്കുക, അതുപോലെ തന്നെ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത ഒഴിവാക്കുക, സുരക്ഷിതമായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്. അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിക്കുക, ശരീരത്തിൽ ജലാംശം ചോർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ജോ മാത്യു പറയുന്നു, UK താമസിക്കുന്ന എനിക്ക് ഇവിടെ 2 ഡിഗ്രിയാണ്, നിങ്ങൾ ഭാഗ്യവാൻ. അപ്പോഴാണ് നമ്മൾ 40 ഡിഗ്രിയുടെ കാര്യം പറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ തന്നെ ശ്രദ്ധിക്കണം, രാവിലെ 11 മണി കഴിഞ്ഞാൽ ചൂട് നന്നായിട്ട് കനക്കും. ഇനി ലിഡിയ ജേക്കബ് ചെയ്യുന്നു. കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന മുന്നറിയിപ്പ് എന്തൊക്കെയാണ് ലിഡിയ? പറയൂ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് SKN. എറണാകുളം ജില്ലയിലും മധ്യ കേരളത്തിലുടനീളം കനത്ത ചൂട് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. 37 ഡിഗ്രി വരെ ചൂട് പോകാമെന്നുള്ളതാണ്. നമുക്കറിയാം, രാവിലെ മുതൽ തന്നെ കനത്ത ചൂടാണ്. രാവിലെ 5 മണിക്ക് മുതൽ വലിയ ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ആദ്യം നമുക്ക് മുൻപൊക്കെ രാവിലെയൊക്കെ ചെറിയ തണുപ്പൊക്കെ അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ ആയി വലിയ ചൂട് തന്നെയാണ്. രാവിലെ മുതൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കനത്ത ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേർ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, ഒപ്പം ഈ ഓൺലൈൻ ഡെലിവറി തൊഴിലാളികളുണ്ട്. അത്തരത്തിൽ ഇവർക്കൊക്കെ ഈ പകൽ സമയങ്ങളിൽ 11 മുതൽ 3 വരെയുള്ള സമയങ്ങളിലടക്കം ജോലി ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നുള്ളതാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ 11 മണി മുതൽ 3 മണി വരെ ഉള്ള സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കരുത് എന്ന നിർദ്ദേശം നൽകുന്നുണ്ടെങ്കിൽ പോലും അത് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് എങ്കിൽ കൃത്യമായിട്ടുള്ള മുൻകരുതലുകൾ, കൃത്യമായ കുടയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ കയ്യിൽ സൂക്ഷിക്കണം എന്നുള്ളതാണ്. തണലുള്ള സ്ഥലങ്ങളിൽ കൂടുതലായും ജോലി ചെയ്യുക, അതുപോലെ തന്നെ കൃത്യമായി വെള്ളം കുടിക്കുക, ശുദ്ധജലം തന്നെ കുടിക്കുക എന്നുള്ളതാണ്. മറ്റ് കാര്യങ്ങൾ, ഈ പഴവർഗ്ഗങ്ങൾ അടക്കമുള്ളത് കഴിച്ചു ശീലിക്കുക. മാത്രമല്ല കൃത്യമായി മറ്റു മുൻകരുതലുകളും കാര്യങ്ങളും, നിർജ്ജലീകരണം ഉൾപ്പെടെ വരാതിരിക്കാനുള്ള മറ്റു മുൻകരുതലുകളും കാര്യങ്ങളും ഒക്കെ എടുക്കണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അടക്കം വ്യക്തമാക്കുന്നത്. കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിൽ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ ഈ സമയങ്ങളിൽ പുറത്ത് വിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഈ ഒരു 11 മണിക്ക് മുൻപാണെങ്കിൽ പോലും വലിയ ചൂടും വലിയ വെയിലുമാണ്. അതിനുശേഷം 3 മണിക്ക് ശേഷമാണെങ്കിലും വലിയ ചൂടും വലിയ വെയിലും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സമയത്താണെങ്കിലും പകൽ സമയത്ത് മാക്സിമം ഇറങ്ങാതിരിക്കുകയാണ് ഉത്തമം എന്നുള്ളതാണ് നിർദ്ദേശിക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ 2 ആഴ്ചയായി വലിയ രീതിയിലുള്ള മഴയോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല. വേനൽ മഴയുടെ ഒരു കുറവുണ്ട് എന്നുള്ളതാണ്. അതാണ് ഇത്രയധികം ചൂട് വർദ്ധിക്കാൻ കാരണം എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരും ദിവസങ്ങളിലും മഴയ്ക്കുള്ള സാധ്യത അത്ര കണ്ട് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ ചൂട് കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. എറണാകുളം ജില്ല, ഒപ്പം കോട്ടയം. താങ്ക് യു ലിഡിയ.